Advanced Energy Engineering. Hydrologic cycle. The hydrologic cycle, also known as the water cycle, describes the circulation of water in the Earth atmosphere system. ഹൈഡ്രോളജിക് സൈക്കിൾ അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് എർത്തും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള വാട്ടറിന്റെ സർക്കുലേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതായത് എർത്തും അറ്റ്മോസ്ഫിയറും തമ്മിൽ വാട്ടറിന്റെ ട്രാൻസ്ഫോർമേഷൻ ത്രൂ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, ഓരോ സ്റ്റേറ്റ്സിലൂടെയുള്ള, അതായത് സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് എന്നീ സ്റ്റേറ്റ്സിലൂടെയുള്ള വാട്ടറിന്റെ ട്രാൻസ്ഫോർമേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന സൈക്കിളിനെയാണ് ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത്. This is the pictorial representation of a hydrologic cycle. These are the different steps in hydrologic cycle. There are 6 steps: evaporation, condensation, sublimation, precipitation, transpiration, and runoff. Evaporation. The water cycle starts with evaporation. It is a process where water at the surface turns into water vapors. Water cycle start ചെയ്യുന്നത് ഇവാപറേഷനിലൂടെയാണ്. ഇവാപറേഷൻ എന്ന പ്രോസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. This is the process by which the liquid water is turned into water vapors. അതായത് സർഫസ് വാട്ടർ, സർഫസിലുള്ള വാട്ടർ, അതായത് ഓഷൻസ്, റിവേഴ്സ്, ലേക്സ് അതേപോലെയുള്ള വാട്ടർ ബോഡീസിലുള്ള അതിന്റെ സർഫസിലുള്ള വാട്ടർ അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട്, ഗ്യാസ് സ്റ്റേറ്റിലോട്ട് പോകുന്ന പ്രോസസ്സിനെയാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. വാട്ടർ അബ്സോർബ്സ് ഹീറ്റ് എനർജി ഫ്രം ദ സൺ ആൻഡ് ടേൺസ് ഇൻ വേപ്പേഴ്സ്. സർഫസിലുള്ള വാട്ടർ സണ്ണിൽ നിന്നുള്ള ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. Water bodies like the oceans, seas, the lakes and the river bodies are the main source of evaporation. Oceans, seas, lakes ഇതേപോലെയുള്ള വാട്ടർ ബോഡീസ് ആണ് മെയിൻ സോഴ്സ് ഓഫ് evaporation. The next step is condensation. As water vaporizes into water vapor, it rises up in the atmosphere. വാട്ടർ വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് റൈസ് ആവും, അത് പൊങ്ങി അറ്റ്മോസ്ഫിയറിന്റെ ടോപ്പ് ലെയേഴ്സിലോട്ട് പോകുന്നു. അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ദ വാട്ടർ വേപ്പേഴ്സ് ചേഞ്ച് ഇൻടു വെരി ടൈനി പാർട്ടിക്കിൾസ് ഓഫ് ഐസ് ഓർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഈ വേപ്പർ എന്താവുന്നു? വേപ്പർ കൺവേർട്ട് ആവുന്നു. ഐസ് ആയിട്ടോ അതോ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടോ കൺവേർട്ട് ആവും. എന്തുകൊണ്ട്? ബിക്കോസ് ദ ടെമ്പറേച്ചർ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ഈസ് ലോ. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ, ഉയർന്ന പ്രദേശങ്ങളിൽ ഉള്ള ടെമ്പറേച്ചർ കുറവാണ്. അതുകൊണ്ട് ഈ വാട്ടർ വേപ്പർ ചെറിയ ഐസ് പാർട്ടിക്കിൾസ് ആയിട്ടോ അതോ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടോ കൺവേർട്ട് ആകുന്നു. ഈ പ്രോസസ്സിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അതായത് വാട്ടർ വേപ്പർ is converted into water, into its liquid form. These particles come close together and form clouds and fogs in the sky. ഈ പാർട്ടിക്കിൾ എല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടാണ് ക്ലൗഡ് ഉണ്ടാവുന്നത്. The next step is sublimation. സബ്ലിമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിൽ ഡയറക്ട്ലി കൺവേർട്ട് ആകുന്ന പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സബ്ലിമേഷൻ ഈസ് എ പ്രോസസ് വെയർ ഐസ് ഡയറക്ട്ലി കൺവേർട്സ് ഇൻടു വാട്ടർ വേപ്പേഴ്സ് വിത്തൗട്ട് കൺവേർട്ടിംഗ് ഇൻടു ലിക്വിഡ് വാട്ടർ. ഈ കേസിൽ ഐസ് ലിക്വിഡ് വാട്ടർ ആകാതെ നേരിട്ട് വാട്ടർ വേപ്പറിലോട്ട് കൺവേർട്ട് ആകുന്ന പ്രോസസ്, അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. This phenomenon accelerates when the temperature is low or pressure is high. ഈ ഫിനോമിനൻ, അതായത് സോളിഡ് സ്റ്റേറ്റ് ഉള്ള വാട്ടർ, അതായത് ഐസ് ഡയറക്ട്ലി വാട്ടർ വേപ്പറായിട്ട് കൺവേർട്ട് ആകുന്നു.
ലിക്വിഡ് വാട്ടർ ആകാതെ ഈ ഫിനോമിനൻ ആക്സിലറേറ്റ് ചെയ്യുന്നു. അതായത് ഇതിന്റെ റേറ്റ് കൂടുതലാണ്. എപ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ ഈസ് ലോ, ടെമ്പറേച്ചർ കുറവുള്ളപ്പോഴും പ്രഷർ കൂടുതലുള്ളപ്പോഴും ഈ പ്രോസസ്സ് ആക്സിലറേറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സിന്റെ റേറ്റ് കൂടുതലായിരിക്കും. അതായത് ടെമ്പറേച്ചർ കുറവുള്ളപ്പോഴോ അല്ലെങ്കിൽ പ്രഷർ കൂടിയ സ്ഥലത്തോ പെട്ടെന്ന് തന്നെ ഐസ് വാട്ടർ വേപ്പറായിട്ട് കൺവേർട്ട് ആകുന്നു, ലിക്വിഡ് വാട്ടർ ആകാതെ. സബ്ലിമേഷന്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് നമ്മളെ പോൾസിലുള്ള നോർത്ത് ആൻഡ് സൗത്ത് പോൾസിലുള്ള ഐസ് ഷീറ്റ്സും അതേപോലെ തന്നെയുള്ള മൗണ്ടൻ ക്യാപ് ഐസ് ക്യാപ്സ് ഓൺ മൗണ്ടൻസിന് മുകളിലുള്ള ഐസ് ക്യാപ്സ് അതിന്റെ ഐസ് ഡെപ്പോസിറ്റ്സിനുമാണ് ഈ പ്രോസസ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതെന്ന് പറയുന്നത് ഇവാപ്പറേഷനെ കാട്ടിയും സ്ലോവർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് precipitation. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു, ഇവാപ്പറേഷൻ പറഞ്ഞു, അതായത് വാട്ടർ വേപ്പറായിട്ട് കൺവേർട്ടഡ് ആയി. സബ്ലിമേഷൻ പറഞ്ഞു, ഐസ് ഡയറക്ട്ലി വാട്ടർ വേപ്പറായിട്ട് കൺവേർട്ടഡ് ആയി. ഇതെല്ലാം കൂടെ കൺവേർട്ട് ആയ വാട്ടർ വേപ്പർ എല്ലാം കൂടെ ചേർന്ന് കണ്ടൻസ് ആയി ക്ലൗഡ് ഫോം ചെയ്തു. The clouds pour down as precipitation due to wind or temperature change. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാറ്റ് കാരണമോ ഈ ക്ലൗഡ്സ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. This occurs because the water droplets combine to make bigger droplets. ഈ ക്ലൗഡ്സ് എന്തെന്ന് പറഞ്ഞു? കണ്ടൻസ്ഡ് വാട്ടർ വേപ്പേഴ്സ് ആണ്. വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്താണ് ക്ലൗഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ലാർജർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും. ആൾസോ വെൻ ദ എയർ കനോട്ട് ഹോൾഡ് എനി മോർ വാട്ടർ ഇറ്റ് പ്രസിപ്പിറ്റേറ്റ്സ്. അതേ കണക്ക് ഈ ബിഗർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും കുറെ കഴിയുമ്പോഴത്തേക്കും ഈ എയറിന് ഈ വാട്ടറിനെ ഹോൾഡ് ചെയ്യാൻ കഴിയാതെ വരും. അപ്പോഴത്തേക്കും ഇത് പ്രസിപ്പിറ്റേറ്റ്, അതായത് ഇത് ഇതിൽ നിന്ന് നിൽക്കാതെ പുറത്തോട്ട് വരും. പോർ ഡൗൺ, അതിനാണ് നമ്മൾ മഴ എന്ന് പറയും. പോർ ഡൗൺ ആസ് റെയിൻ ഓർ അതർ ഫോംസ്. ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫാൾ ഡൗൺ ആസ് റെയിൻ. അപ്പോൾ ഈ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും? അത് താഴോട്ട് വീഴാൻ തുടങ്ങും. ആസ് റെയിൻ, മഴയായിട്ടത് താഴോട്ട് വീഴും. ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് വെരി ലോ, ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫാൾ ആസ് സ്നോ. ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിൽ, സീറോയെക്കാട്ടിയും താഴെയാണെങ്കിൽ എന്തു ചെയ്യും? ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് സ്നോ ആയിട്ട്, മഞ്ഞായിട്ടായിരിക്കും വീഴുന്നത്. വാട്ടർ ആൾസോ പ്രസിപ്പിറ്റേറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഡ്രിസിൽ, സ്ലീറ്റ് ആൻഡ് ഹെയിൽ. ഡ്രിസിൽ എന്ന് പറയുന്നത് മഴയെക്കാട്ടിയും ചെറിയ തുള്ളികൾ, റെയിൻ ഡ്രോപ്സിന്റെ സൈസിനെക്കാട്ടിയും ചെറിയ ഡ്രോപ്സിനെയാണ് നമ്മൾ ഡ്രിസിൽ എന്ന് പറയുന്നത്. സ്ലീറ്റും ഹെയിൽ എന്താണെന്നറിയാം, ഹെയിൽ സ്റ്റോൺസ്, ആലിപ്പഴം എന്ന് പറയും. സ്ലീറ്റ് എന്ന് പറയുന്നത് ഈ മഴയും മഞ്ഞും കൂടെ ഒരുമിച്ച് വീഴുന്നതിന് നമ്മൾ സ്ലീറ്റ് എന്ന് പറയും. അപ്പം ദീസ് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഇൻ വിച്ച് ദ വാട്ടർ precipitates. The next step in the hydrologic cycle is transpiration. Transpiration is a process similar to evaporation. Evaporation similar ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് transpiration. Here, the liquid water is turned into water vapor by the plants. ഇവിടെ ലിക്വിഡ് വാട്ടർ വേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്, ചെടികളാണ്. The roots of the plants absorb the water and push it towards leaves where it is used for photosynthesis. നിങ്ങൾക്കറിയാം, ചെടികളുടെ വേര് മണ്ണിലുള്ള സോയിലുള്ള വാട്ടർ അബ്സോർബ് ചെയ്യുന്നു, അത് ലീവ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ ലീവ്സിലാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. The extra water is moved out of the leaves through stomata. ഈ ഫോട്ടോസിന്തസിന് യൂസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന എക്സ്ട്രാ വാട്ടർ ലീവ്സിലുള്ള ചെറിയ ഓപ്പണിംഗ്, സ്റ്റൊമാറ്റ എന്ന് പറയും. സ്റ്റൊമാറ്റ, ഈ സ്റ്റൊമാറ്റ വഴി പുറത്തോട്ട് പോകും ആസ് വാട്ടർ വേപ്പർ.
This process is called transpiration. The final step is runoff. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ഇവാപ്പറേഷൻ വഴി വാട്ടർ കൺവേർട്ടായി, വാട്ടർ വേപ്പറായി, പിന്നെ വീണ്ടും അത് കണ്ടൻസ് ചെയ്തു, പിന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വീണ്ടും എർത്തിലോട്ട് വന്നു, മഴയായിട്ടും മഞ്ഞായിട്ടും. അത് അവിടുന്ന് വീണ്ടും എന്ത് സംഭവിക്കുന്നു? സോയിൽ വഴി പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നു, പ്ലാന്റ്സ് വീണ്ടും ട്രാൻസ്പിറേഷൻ വഴി വീണ്ടും കൺവേർട്ട് ചെയ്യുന്നു. ഇതേപോലെ വീഴുന്ന മഴ എന്തായി പോകുന്നു? റൺ ഓഫ് ആയി പോകുന്നു. റൺ ഓഫ് is a process where water runs over the surface of earth. എർത്തിലോട്ട് വീഴുന്ന വാട്ടർ ഇൻ ദ ഫോം ഓഫ് റെയിൻ, സ്നോ എക്സെട്ര, അത് അതിന്റെ സർഫസിലോ കൂടെയുള്ള അതിന്റെ ഫ്ലോയെ പറയുന്നതാണ് റൺ ഓഫ്. When the snow melts into water, it also leads to runoff. മഴ മാത്രമല്ല, സ്നോ ആയാലും സ്നോ സോയിലിൽ വീഴുന്നതിന് ശേഷം അത് മെൽറ്റ് ഡൗൺ ആയി ഉരുകിയതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? അവിടെയും റൺ ഓഫിലോട്ട് നയിക്കുന്നു. റൺ ഓഫ് ഈസ് divided into three. There are three kinds of runoff. The first one is surface runoff. Surface runoff is that portion of rainfall which enters the stream immediately after the rainfall. സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത് മഴ പെയ്തതിനു ശേഷം വെള്ളം മണ്ണിൽ വീഴുന്നു, മണ്ണിൽ നിന്ന് നേരെ ഒഴുകി സ്ട്രീമിലോട്ട് കിടക്കുന്നു, അതായത് വാട്ടർ ബോഡീസിലോട്ട് കിടക്കുന്നു. അത് താഴാതെ, മണ്ണിൽ താഴാതെ മണ്ണിന് മുകളിലൂടെ ഒഴുകി ഡയറക്റ്റ് വാട്ടർ ബോഡീസിലോട്ട് പോകുന്ന റൺ ഓഫിനെയാണ് നമ്മൾ സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത്. The next one is subsurface runoff. Subsurface runoff is that part of rainfall which first reaches into the soil and moves laterally without joining the water table to the streams, rivers or oceans. സബ്സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത് മഴ പെയ്തതിനു ശേഷം വെള്ളം സോയിലോട്ട് വരുന്നു, അത് സോയിലോട്ട് ഇറങ്ങിച്ചെന്ന് വാട്ടർ ടേബിൾ എന്ന് പറയുമ്പോൾ ദ ഹൈറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസന്റ് ബിലോ ദ ലാൻഡ് ഓർ ബിലോ ദ സോയിൽ. അപ്പൊ വാട്ടർ ടേബിളിൽ ജോയിൻ ചെയ്യാതെ സർഫസിന് ലാറ്ററൽ ആയിട്ട് മൂവ് ചെയ്ത് വാട്ടർ ബോഡീസിൽ എത്തുന്ന റൺ ഓഫിനെയാണ് നമ്മൾ സബ്സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത്. ആദ്യത്തേത് മുകളിലൂടെ സർഫസിൽ നിന്ന് താഴോട്ട് വരാതെ ഒഴുകി, അതായത് ഒരുപാട് മഴയുള്ള സമയത്തായിരിക്കും നമുക്ക് സർഫസ് റൺ ഓഫ് ഉണ്ടാവുന്നത്. ആദ്യമേ സബ്സർഫസ് റൺ ഓഫ് ആയിരിക്കും, സോയിലിൽ വീഴുന്ന വെള്ളം താഴേക്ക് ഊഴ്ന്നിറങ്ങി പിന്നീട് അവിടുന്ന് വാട്ടർ ടേബിൾ എത്താതെ വാട്ടർ ബോഡീസിലോട്ട് പോകും. അതിനുശേഷമായിരിക്കും സർഫസ് റൺ ഓഫ് കിട്ടുന്നത്. അതായത് ആദ്യമേ ഈ സോയിൽ സാച്ചുറേറ്റഡ് ആയി പിന്നെ വാട്ടർ അബ്സോർബ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് സർഫസ് റൺ ഓഫ് കിട്ടുന്നത്. അതായത് ഒരുപാട് മഴയുള്ള സമയത്തായിരിക്കും നമുക്ക് സർഫസ് റൺ ഓഫ് കിട്ടുന്നത്. The final one is base flow. ബേസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ മഴ പെയ്തു, വെള്ളം മണ്ണിലേക്ക് ഊഴ്ന്നിറങ്ങി വാട്ടർ ടേബിളിൽ എത്തി അവിടുന്ന് വാട്ടർ ബോഡീസിലോട്ട് സ്ട്രീംസിലോട്ട് പോകുന്ന ഫ്ലോയാണ്, പോകുന്ന റൺ ഓഫിനാണ് നമ്മൾ ബേസ് ഫ്ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് റെയിൻഫോൾ വിച്ച് ആഫ്റ്റർ ഫാളിംഗ് ഓൺ ദ ഗ്രൗണ്ട് സർഫസ് which get infiltrated into the soil, സോയിലിനകത്തോട്ട് പോയി and meets the water table എത്തി and flow to the streams, oceans, etc. അതായത് വാട്ടർ ടേബിളിൽ എത്തിയതിനു ശേഷം സ്ട്രീമിലോട്ട് പോകും. അപ്പം സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത് സർഫസിലോട്ടുള്ള മാത്രമുള്ള ഫ്ലോയെ, സബ്സർഫസ് എന്ന് പറയുന്നത് സോയിലിനകത്തോട്ട് ഇറങ്ങി വാട്ടർ ടേബിളിനെ മീറ്റ് ചെയ്യാതെ വാട്ടർ ബോഡീസിലോട്ട് പോകുന്നത്. ബേസ് ഫ്ലോ എന്ന് പറയുന്നത് വാട്ടർ ടേബിളിനെ മീറ്റ് ചെയ്തിട്ട് പിന്നീട് വാട്ടർ ബോഡീസിലോട്ട് പോകുന്നതിനാണ് ബേസ് ഫ്ലോ എന്ന് പറയുന്നത്.